28 വയസ്സുകാരനായ ഏവരെയും വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് പ്രചോദിപ്പിക്കുന്ന ഈ വാഴ്ത്തപ്പെട്ട ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇറ്റലിയിൽ ഫെറാറയിലാണ് ജനിച്ചത്. 1918 മാർച്ച് 21 നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ ജനിച്ച് ജീവിച്ച് മരിച്ച വ്യക്തിയാണ്. സാധാരണ ഒരു കുടുംബം, അധ്വാനിക്കുന്ന ഒരു കുടുംബം. അപ്പൻ ലൂയിജി മാർവെല്ലി, അമ്മ മരിയ. അപ്പനും അമ്മയും ഭക്തിയിലും സ്നേഹത്തിലൊക്കെ വളർത്തി. ഇവർ 6 മക്കളാണ്. 6ൽ രണ്ടാമത്തെ മകനാണ് ആൽബർട്ടോ. അമ്മ ഓരോ സ്റ്റെപ്പിലും ഇവന് വേണ്ട ഫോർമേഷൻ കൊടുക്കും. അപ്പൻ്റെ ഉത്തരവാദിത്വം ചെയ്യും. അപ്പം അമ്മ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം ഓരോ കാര്യങ്ങളും മാതൃകയാണ്. അമ്മ അറിയപ്പെടുന്നത് മാർവെല്ലി കുടുംബത്തിലെ നല്ല സമറിയാക്കാരി സ്ത്രീ എന്ന പേരിലാണ്. വീട്ടിൽ ഭക്ഷണമൊക്കെ വിളമ്പി കഴിഞ്ഞ് കുറച്ച് എല്ലാവർക്കും മക്കൾക്കൊക്കെ ഇങ്ങനെ വിളമ്പി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് പകുതി ഭക്ഷണം എടുത്ത് അമ്മ മാറ്റും. ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ പെട്ടെന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അമ്മയോട് ചോദിക്കും, അമ്മ എവിടേക്കാ, എന്തെടുത്തേ? അപ്പം അമ്മ പറയും, അതാ ഈശോ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, വിശന്നിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് മനസ്സിലാകും, എപ്പോഴും അമ്മയുടെ ഒരു പതിവാണിത്. ആരെങ്കിലും ഭിക്ഷക്കാർ വന്നാൽ ഭക്ഷണം ഇപ്പം തികയില്ലെങ്കിൽ ഉടനെ ഇവർക്ക് മക്കൾക്ക് കൊടുത്തത് അതിൽ നിന്നും എടുത്ത് മാറ്റും. ഈ മാതൃകയെല്ലാം കണ്ടാണ് ഈ മക്കൾ വളരുന്നത്. അതിനാൽ തന്നെ വിശാലമായ മനസ്സിനുടമയാണ് ആൽബർട്ടോ. ഇവർ വിദ്യാർത്ഥി പ്രായത്തിൽ റിമിനി എന്ന സ്ഥലത്തേക്ക് ഇവർ മാറി താമസം മാറ്റി. ഓരോരോ കാരണങ്ങളാലും താമസം മാറുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവർ റിമിനി എന്ന സ്ഥലത്തിലേക്ക് വീട് മാറി. അപ്പോൾ അവിടെ വീടിൻ്റെ അടുത്ത് ഓറട്ടറി ഉണ്ട്, ഡോൺ ബോസ്കോക്കാരുടെ, സലേഷ്യൻകാരുടെ ഓറട്ടറി. കുട്ടികളൊക്കെ ഒരുമിച്ച് താമസിച്ച് പഠിച്ച് വളരുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ആണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആൽബർട്ടോ പഠിച്ചത്. അതുകൊണ്ട് എല്ലാ ഫോർമേഷനും സലേഷ്യൻ ഫാദേഴ്സിൻ്റെ ഒരു ഫോർമേഷൻ കിട്ടി, ഡോൺ ബോസ്കോയുടെ ചൈതന്യം കിട്ടി. ഭക്തിയിലും സ്നേഹത്തിലും വിശ്വാസത്തിലുമെല്ലാം കൂടുതൽ ആഴപ്പെട്ടു. മാത്രമല്ല ഇവരിൽ പിള്ളേരെല്ലാം ഒരുമിച്ച്, നമുക്കറിയാം ഡോൺ ബോസ്കോ കുട്ടികളെ അവരുടെ കഴിവിൻ്റെ പരമാവധി വളർത്താനായിട്ട് പരിശ്രമിച്ചിരുന്ന വിശുദ്ധനാണ്. ആ ചൈതന്യത്തിൽ ഇവരിലുള്ള കഴിവുകളെല്ലാം വികസിപ്പിക്കാനുള്ള ചാൻസ് ഇവർക്ക് കിട്ടും. അപ്പോൾ സ്പോർട്സിന് ചേർന്നു. നല്ലൊരു അത്ലറ്റാണ്. സൈക്ലിങ്ങിന് നല്ല ഒരു വശമാണ്. അതിൻ്റെ മത്സരത്തിലൊക്കെ എപ്പോഴും ഫസ്റ്റാണ്. ഈ സൈക്ലിങ് ഇവന് പിന്നീടത് അവൻ്റെ സോഷ്യൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെട്ടു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. എന്തെല്ലാം കാര്യങ്ങളിലോ പങ്കെടുത്തു, അതിനകത്തെല്ലാം സമ്മാനമാണ്. പക്ഷെ മുന്നിട്ട് നിൽക്കണമെന്നുള്ള ആഗ്രഹമല്ല, ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കും, വളർത്തും. എപ്പോഴൊക്കെ ചാൻസ് കിട്ടുമോ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനായിട്ട് അപ്പോഴൊക്കെ അത് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എല്ലാവർക്കും മാതൃകയായിട്ട് വളർന്നു വന്നു. അപ്പോൾ എപ്പോഴും പറയും, ഉള്ളിലിങ്ങനെ പറയും, മറ്റുള്ളവർക്ക് മാതൃകയാകാനാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. അപ്പോൾ അവിടെ കാത്തലിക് ആക്ഷൻ എന്നുള്ളൊരു സംഘടന നിലവിലിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിലൊരു ആക്റ്റീവ് മെമ്പറായിട്ട്, അപ്പോൾ ഈശോയ്ക്ക് മാതൃക നൽകണം, ഈശോയെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു ഭയങ്കര ഒരു ആഗ്രഹം ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. 15 വയസ്സുള്ളപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട അപ്പൻ പെട്ടെന്ന് മരിക്കുകയാണ്. രണ്ടാമത്തെ മകനാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. അപ്പോൾ അപ്പൻ മരിച്ചപ്പം ഉള്ളിൽ ഭയങ്കര ഒരു വിഷമം. മാത്രമല്ല മറ്റൊരു പ്രത്യേകത ആ ദിവസങ്ങളിൽ ആൾ തുടങ്ങി, അതായത് ഒരു ഡയറി എഴുതുന്ന ഒരു ശീലം. ജീവിതം വളരെ വിലപ്പെട്ടതാണെന്നും എന്തെല്ലാമോ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടെന്നുള്ളൊരു തോന്നൽ. പപ്പൻ മരിച്ച അധികം വൈകും മുമ്പ് ഡയറി എഴുത്ത് തുടങ്ങി. അത് എഴുതും, ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യും എന്നെഴുതും. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ അലാം വെക്കും. അലാം വെച്ചാൽ ഉടൻ തന്നെ എഴുന്നേൽക്കും. പിന്നെ വീണ്ടും കിടന്ന് നീളില്ല, വീണ്ടും കിടപ്പ് കൂട്ടില്ല, പെട്ടെന്ന് എഴുന്നേൽക്കും. എഴുന്നേറ്റാൽ ഉടനെ പ്രാഥമിക കൃത്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അരമണിക്കൂർ തന്നെ ധ്യാനിക്കും. അരമണിക്കൂർ ആധ്യാത്മികമായിട്ടുള്ള ഏതെങ്കിലും പുസ്തകം വായിക്കും. ഇങ്ങനെ എഴുതാണ്, ഇങ്ങനെ ഓരോന്നിട്ട്. വളരെ കറക്റ്റാണിത്, നമുക്കും പ്രാക്ടിക്കലാക്കാൻ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടി വരയിട്ട് ഓരോന്നോരോന്ന് പറയുന്നത്. പള്ളിയിലേക്ക് എന്നും കുർബാനയ്ക്ക് പോകും, എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കും. ആഴ്ചയിലൊരിക്കൽ ഞാൻ കുമ്പസാരിക്കും. എനിക്കെന്തെങ്കിലും ഒരു ഡയറക്ഷൻ വേണമെങ്കിൽ ഞാനൊരു ആധ്യാത്മിക പിതാവിൻ്റെ നിർദ്ദേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്വീകരിക്കും. മറ്റുള്ളവർക്ക് ഞാൻ സേവനം ചെയ്യും.
അങ്ങനെ തൻ്റെ ടൈം ടേബിളെല്ലാം ആദ്യമേ ഡയറിയിൽ എഴുതും. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എന്തെല്ലാം ചെയ്തു ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഡയറിയിൽ എഴുതും. അപ്പം തൻ്റെ പഠനവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞപ്പോൾ എൻജിനീയറിങ്ങിനാണ് ചേർന്നത്. ബൊളോഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ എൻജിനീയറിങ്ങിന് ചേർന്നു. പഠിക്കാനായിട്ട് നല്ല കഴിവുണ്ട്. പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കാത്തലിക് ആക്ഷൻ എന്നുള്ള സംഘടന അവിടെയും തുടരുന്നുണ്ട്. ഈശോ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നത് മറ്റുള്ളവർക്ക് കൊടുക്കലാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ കടമ എന്നും ഞാൻ പഠിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപകാരത്തിനാണ് എന്നുമുള്ള ഒരു വലിയ ബോധ്യമുണ്ട്. അത് മറ്റു കൂട്ടുകാരോടൊക്കെ പറയും. അവിടെ ഏതെല്ലാം സംഘടനകൾക്കാണോ ചാൻസ് കിട്ടുക അവിടെയെല്ലാം സംഘടനകളിൽ ചേരും. തന്നെത്താൻ വളരലല്ല, മറ്റുള്ളവരെ വളർത്തലാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ള ഒരു പ്രചോദനം എപ്പോഴും മനസ്സിലുള്ളത് കൊണ്ട് എല്ലാ സംഘടനയിലും എല്ലാ ആക്ടിവിറ്റിയിലും കൂടെ മറ്റുള്ളവരെ വളർത്താനുള്ള ഒരു ശ്രമവും ആൽബർട്ടോ എപ്പോഴും ചെയ്യും. എൻജിനീയറിംഗ് പഠിച്ചതിന് ശേഷം അവിടെ തന്നെയുള്ള ഒരു ഫ്ലാറ്റിൻ്റെ വർക്കിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് അവിടെ എൻജിനീയറായിട്ട് സേവനം ചെയ്യാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ കാത്തലിക് ആക്ടിവിറ്റിയുടെ ആ സംഘടനയുടെ രൂപതയിലെ കോർഡിനേറ്റർ ആകാനായിട്ട് നേതൃത്വം വഹിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തു. പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അതിൻ്റെ സാരഥ്യം ഏറ്റെടുത്തു. വളരെ സജീവമായിട്ട് രൂപതയിലുള്ള യുവാക്കളെയും എല്ലാവരെയും മെമ്പേഴ്സിനെ എല്ലാവരെയും ഒത്തുചേർന്ന് പ്രാക്ടിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ മുന്നോട്ട് പോയി. ആ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു സംഘടനയാണ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഒരു സംഘടന, ഓർഗനൈസേഷൻ ഓഫ് എഡ്യൂക്കേറ്റേഴ്സ്. ആ നാട്ടിലുള്ള പലതരത്തിൽ എഡ്യൂക്കേറ്റേഴ്സായിട്ടുള്ള എല്ലാവരെയും കൂട്ടിയിണക്കി സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്ന ഒരു സംഘടന. അപ്പോൾ അതിനകത്ത് വക്കീലുമാരുണ്ട്, പലതരത്തിൽ പല ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ പല ഏരിയയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൂടി സംഘടിപ്പിച്ചു. അവരെയൊക്കെ സംഘടിപ്പിക്കുമ്പോഴും ഇവർ പറയും, നമ്മുടെ ഈ സംഘടന, നമ്മുടെ ഈ കൾച്ചർ, നമ്മുടെ ഹ്യൂമാനിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറച്ച് പേർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവരെയും നമ്മുടെ ആ കഴിവിൽ നിന്ന് മറ്റുള്ളവരെ ഉയർത്താനാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഈ സംഘടനയിലുള്ള എല്ലാവരും കൂടി ചെയ്തതെന്താണെന്ന് വെച്ചാൽ പല പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു. എന്നിട്ട് ആ ഏരിയയിലുള്ള പാവങ്ങളെയെല്ലാം സംഘടിപ്പിച്ചു. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ സൂപ്പ് കിച്ചൺ തുറന്നു. അതായത് അവർക്ക് എന്താണോ ഭക്ഷണം വേണ്ടത്, സൂപ്പ് അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ആവശ്യമായിട്ടിരിക്കുമ്പോൾ എന്താണ് വേണ്ടത് അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ കിച്ചൺ അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരുടെ സ്നേഹിക്കാനുള്ള, പരസ്പരം പങ്കുവയ്ക്കാനുള്ള ഒരു കഴിവ് വർദ്ധിച്ചു. മാത്രമല്ല പാവങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരും. അവരിവിടെ വരുമ്പോൾ അവർക്ക് ഈ ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, അവരെ ആധ്യാത്മികമായിട്ടും ദൈവികമായിട്ടും വളർത്താൻ എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് ആ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൂടി കൊടുത്തു. അപ്പോൾ അതിനുള്ള ഒരു പ്രാഥമിക പടിയാണ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആദ്യം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ വന്നു. അവരോട് പറയും, നിങ്ങളെല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊള്ളണം കേട്ടോ, വിശുദ്ധ കുർബാന സ്വീകരിക്കണം കേട്ടോ, നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ കേന്ദ്രം ഇതാണെന്ന് പറഞ്ഞ് ബോധവൽക്കരിച്ച്, ഇപ്പോൾ പാപകരമായിട്ടുള്ള ജീവിതമൊക്കെ നയിക്കുന്ന ആളുകൾ അവിടെയുണ്ടെങ്കിൽ അവരെയൊക്കെ അതിൽ നിന്ന് മാറ്റാനുള്ള പ്രേരണയെല്ലാം നൽകി. ഈ ആൽബർട്ടോയുടെ എപ്പോഴും ഉള്ളൊരു മുഖ്യ ലക്ഷ്യം വിശുദ്ധി പ്രാപിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക, ഹോളിനെസ്. വിശുദ്ധി പ്രാപിക്കാൻ വേണ്ട 10 കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ദിവികാരണത്തോടെ എപ്പോഴും ചേർന്ന് നിൽക്കണം, നമ്മൾ തന്നെ തീരുമാനം എടുക്കണം, അത് എളുപ്പവഴിയാണെന്ന് ചിന്തിക്കരുത്, അതിനു വേണ്ടിയിട്ടുള്ള വില കൊടുക്കണം. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെ കൊടുത്ത് യുവാക്കളെയും മറ്റുള്ളവരെയൊക്കെ അതിനു വേണ്ടിയിട്ട് പ്രബുദ്ധരാക്കാറുണ്ട്. ആ ഇടയ്ക്ക് യുദ്ധത്തിൻ്റെ ഒരു രംഗം അവിടെ വരികയാണ്. അപ്പോൾ ആർമി ചേരാനായിട്ട് എല്ലാവരെയും വിളിച്ചു. അപ്പം ആൽബർട്ടോയും ആർമി ചേരാനായിട്ട് പോയി. ആർമി ചേരാൻ ചെന്ന് കുറച്ച് നേരം അവിടെ സേവനം ചെയ്ത് കഴിഞ്ഞപ്പം ആൽബർട്ടോയുടെ 2 സഹോദരങ്ങൾ ഓൾറെഡി ആർമിയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് ഇനി ആൽബർട്ടോ അവിടെ വേണമെന്നില്ല എന്നുള്ളൊരു നിർദ്ദേശം വന്നു. അതുകൊണ്ട് ആൽബർട്ടോ ആർമിയിൽ നിന്ന് ആ ജീവിതത്തിൽ നിന്ന് പോന്ന് സാമൂഹ്യ ജീവിതം തന്നെ നയിച്ചു. ജർമ്മൻ അധിനിവേശത്തിൻ്റെ കാലഘട്ടം വന്നു. അതായത് അവിടെയുള്ള ആളുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് നിർബന്ധപൂർവ്വം പിടിച്ചു കൊണ്ടുപോവാണ്. നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിക്കുന്നതാണ് എങ്ങനെയാണതെന്ന്. ട്രെയിനിൽ വാഗൺ ട്രാജഡിയൊക്കെ പോലെയാണ്. അവരെ ഇങ്ങനെ തിക്കി നിറച്ചങ്ങനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളി, അല്ലെങ്കിൽ അവരെ ആ പോകുന്ന യാത്രയ്ക്കിടയ്ക്ക് തന്നെ മരണകരമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് വരികയാണ്. അപ്പം നാട് കടത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന ഈ സാഹചര്യത്തിൽ
കുറേ പേരെ ട്രെയിനിൽ കയറ്റി നാട് കടത്താൻ വേണ്ടിയിട്ട് ട്രെയിൻ പൂട്ടി അങ്ങനെ പോവാണ്. പക്ഷേ ആൽബർട്ടോയ്ക്ക് കാര്യം മനസ്സിലായി. വേഗം ചെന്ന് ഇവരെ രക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കി. ആൽബർട്ടോയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അറിയാം, അങ്ങനെയൊക്കെ ചെയ്യണം, പിടിപാടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അധികാരപൂർവ്വം തന്നെ ആ ട്രെയിൻ അവരെ തുറന്ന് ആ കൃത്യസമയത്ത് അവരെ അതിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഇടയ്ക്കാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. റിമിനി എന്ന പ്രദേശത്ത്, തൻ്റെ പ്രദേശമാണത്. അപ്പോൾ എല്ലാവരോടും ഇവിടുന്ന് പോകാൻ പറഞ്ഞു. യുദ്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ വന്നു, ഇവിടെയൊക്കെ ആക്രമിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് വേഗം മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വീട് ഇവിടുന്ന് മാറി കുറച്ച് അകലേക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം നോക്കിയിട്ട് താമസിക്കാൻ ആളുകളൊക്കെ വിട്ടു. പക്ഷെ അങ്ങനെ എന്നാലും കുറേ പേർക്കൊന്നും അവിടുന്ന് മാറാൻ പറ്റിയില്ല. യുദ്ധം വന്നു. റിമിനിയിൽ തൻ്റെ സ്ഥലത്തെ വീടുകളെല്ലാവരുടെ എല്ലാം താറുമാറാക്കി ആക്രമിച്ചു. അതിൻ്റെ ഇടയിൽ കുറേ ആളുകളും ഉണ്ട്. അപ്പോൾ യുദ്ധം കഴിയുമ്പോൾ, യുദ്ധത്തിൻ്റെ സമയം കഴിയുമ്പം എല്ലാ ദിവസവും എത്ര വൈകിയായാലും ആൽബർട്ടോ ഈ യുദ്ധസ്ഥലത്തേക്ക്, യുദ്ധം നടന്ന തൻ്റെ സ്ഥലത്തേക്ക്, റിമിനിയിലെ നാട്ടിലേക്ക് വരും. വന്നിട്ട് അവിടെ ആരൊക്കെയാണ് പെട്ടുപോയെന്ന് നോക്കും. അവരെയെല്ലാം, അവിടെയൊക്കെ മുറിവേറ്റ് കിടക്കുന്നവരെ വേഗം ശുശ്രൂഷിക്കും, വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കും, രക്ഷപ്പെടാൻ വേണ്ട സ്ഥലത്തേക്ക് അവരെ ആക്കും. അങ്ങനെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായി തുടരുകയാണ്. ഒപ്പം തന്നെ ഇവർക്ക് എന്തെല്ലാമാണ്, ഇപ്പോൾ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം. അപ്പോൾ ചിലപ്പോൾ തൻ്റെ വീട്ടിൽ പോയിട്ട് ഉള്ള ഭക്ഷണം എടുത്ത് ഇവർക്ക് ഇല്ലാത്തവർക്ക് കൊണ്ട് കൊടുക്കും. വസ്ത്രങ്ങൾ കൊണ്ട് വീട്ടിൽ നിന്നും കൊടുക്കും, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ച് വസ്ത്രങ്ങൾ കൊടുക്കും. അപ്പോൾ ഈ സൈക്കിൾ യാത്രയാണ്. സൈക്ലിംഗ് പഠിച്ചതുകൊണ്ട് ഈ സൈക്കിൾ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അന്ന് ചില കടകളൊക്കെ ആക്രമിക്കപ്പെടാണ്ടിരുന്നിട്ടുണ്ട്. അവിടെയെല്ലാം പോയിട്ട് ഇവരെ സഹായിക്കാനുള്ള കാര്യങ്ങൾ, കടകളിൽ പോയി, തുണിക്കടകളിലൊക്കെ പോയി തുണികൾ സംഘടിപ്പിച്ച്, ഭക്ഷണക്കടകളിൽ പോയിട്ട് ഭക്ഷണം സംഘടിപ്പിച്ച് വീടുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുകൊടുക്കും. അപ്പോൾ ആൽബർട്ടോയുടെ സേവനത്തെപ്പറ്റി അതിനുശേഷം ചില സ്ത്രീകൾ പറയുകയാണ്, ഞങ്ങൾ ആക്രമിക്കപ്പെട്ട് ഞങ്ങളുടെ വീടെല്ലാം തകർക്കപ്പെട്ട് കിടന്നപ്പോൾ ആദ്യം വന്നത് ആൽബർട്ടോയാണ്. ഞങ്ങൾക്ക് ഭക്ഷിക്കാനില്ല, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കി ഞങ്ങൾക്ക് ധാന്യത്തിൻ്റെ പൊടികൾ, ധാന്യങ്ങൾ, അതുപോലെ തന്നെ പച്ചക്കറികളെല്ലാം ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾക്കൊരാശ്വാസമായി. അതുപോലെ തന്നെ ചിലർ പറയുകയാണ്, ഈ ഒരു ആക്രമണത്തിൽ ഞങ്ങൾ എല്ലാം തകർന്നപ്പോഴും, ഞങ്ങൾ നഷ്ടധൈര്യരായിട്ടിരുന്നപ്പോഴും വിഷമിക്കേണ്ട, ദൈവം നമ്മളെ പടുത്തുയർത്തുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു പ്രത്യാശ നൽകിയത് ആൽബർട്ടോയാണ്. ഈ ആൽബർട്ടോ മറ്റൊരു കാര്യം കൂടി ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഒരു പള്ളി അവിടെ തകർന്ന് കിടക്കുന്നു. നോക്കിയപ്പോൾ സക്രാരിയിൽ ഈശോ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ തകർന്ന് കിടക്കുന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടെ, അടിയിൽ കൂടെ കടന്നു ചെന്നിട്ട് ഈ സക്രാരി അവിടെ നിന്ന് എടുത്ത് സുരക്ഷിതമായിട്ടുള്ള മറ്റ് ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. തനിക്ക് ഈശോയോടുള്ള സ്നേഹം അത്രമാത്രമാണെന്ന് ഈ ഒരു പ്രവർത്തനത്തിൽ കൂടിയും ആളുകൾക്ക് സാക്ഷ്യം നൽകുകയാണ്. ഇതുപോലെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ആൽബർട്ടോ ചെയ്തു. ചിലപ്പോൾ താമസിക്കാൻ വീടില്ലെങ്കിൽ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും. അമ്മ പറയാണ്, ഈ രക്ഷാപ്രവർത്തനം കഴിഞ്ഞിട്ട് വൈകിയാണ് വീട്ടിലെത്തുക. വൈകി വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ ആൽബർട്ടോയെ കാത്ത് വേറെ ആളുകൾ ഓരോ സഹായത്തിന് വേണ്ടി ക്യൂ ആയിട്ട് നിൽക്കും, വരിയായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ പെങ്ങളും പറയാണ്, എത്ര താമസിച്ച് വന്നാലും, എത്ര അധികം പേരുണ്ടായാലും, എന്തിനൊക്കെ വേണ്ടി വന്നാലും ഇവരോടെല്ലാം വളരെ ശാന്തമായും സ്നേഹമായും പെരുമാറാനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു വലിയ ഒരു ക്ഷമ ആൽബർട്ടോയ്ക്കുണ്ട്. ആരെന്ത് ചോദിച്ചാലും അവരെ വേദനിപ്പിക്കില്ല, അവരെ നിരാശപ്പെടുത്തില്ല. ചിലപ്പം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതിരിക്കും. രാത്രി വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ, അതുപോലും സ്വന്തം ഭക്ഷണം കഴിക്കാൻ പോലും, തനിക്ക് വേണ്ട ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ദിവസങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അത്രയും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം കൊടുക്കുന്ന ആൽബർട്ടോ പറയും, ഞാൻ ഡെയിലി സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം ഈശോ എന്നെ കാണിച്ചു തരുന്നത് ഈ സ്നേഹത്തിൻ്റെ മാതൃകയാണ്. ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് അത് സ്വീകരിച്ചിട്ട് ആ സന്തോഷത്തിൽ എവിടെയെങ്കിലും ഇരിക്കാനല്ല. എനിക്ക് കിട്ടിയ യേശുവിൻ്റെ ആ സ്നേഹം, യേശു നൽകിയ ആ ദൗത്യം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ദൗത്യം. മറ്റുള്ളവരോടും പറയും, എല്ലാവരോടും പറയും, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്നത്തെ ലോകത്തിൽ യേശുവിനെ കാണാനില്ല. ഈ ഒരു യുദ്ധത്തിൻ്റെ അവസരമൊക്കെ വന്നപ്പോൾ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഈശോയെ, ദൈവത്തിൽ നിന്നുള്ള ഒരു അരൂപി ഇല്ലാത്തത് കൊണ്ടല്ലേ യുദ്ധം നടക്കുന്നത്? യുദ്ധത്തിന് എന്തെങ്കിലും നിർമ്മിക്കാനായിട്ട് സാധിക്കുമോ? കൂടുതൽ നാശത്തിലേക്കല്ലേ വരുത്തുന്നത്? ലോകം തന്നെയും യുദ്ധത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കാൻ,
എന്നേക്കുമായിട്ട് യുദ്ധം അവസാനിച്ചു പോകാൻ ദൈവമേ കനിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും സാങ്കേതികമായിട്ട് യുദ്ധം വന്നപ്പോൾ അതിന് എന്തൊക്കെ സഹായങ്ങൾ വേണമോ അതെല്ലാം ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും ഓടി ഓടി നടക്കുകയാണ്. ഈ യുദ്ധാവസരത്തിൽ എൻജിനീയർ ആയതുകൊണ്ട് ഈ റെമിനി എന്ന് പറയുന്ന പ്രദേശത്തെ കെട്ടിടങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഗവൺമെൻറ് തന്നെ ആൽബർട്ടോട് പറഞ്ഞു, ആൽബർട്ടോയുടെ നേതൃത്വത്തിൽ വീണ്ടും നമ്മുടെ ഈ ദേശത്തെ നമുക്ക് പടുത്തുയർത്തണം. അപ്പോൾ ആൽബർട്ടോ ആണ് അത് പടുത്തുയർത്താൻ വേണ്ടിയിട്ടുള്ള എങ്ങനെ വേണം, എന്തൊക്കെ വേണം എന്നുള്ള എല്ലാം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് എല്ലാ ഓർഡറും എടുത്ത് എവിടെ എന്തെല്ലാം വേണം, എങ്ങനെ വേണം, എവിടെ നിന്നെല്ലാം സഹായങ്ങൾ സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് മുന്നോട്ട് പോയത് ആൽബർട്ടോ ആണ്. അപ്പോൾ ഈ ആൽബർട്ടോ വീട് പണിയുമ്പം അങ്ങനെ പറയും, ഏറ്റവും അർഹതപ്പെട്ടവർക്കാണ് ആദ്യം കൊടുക്കുക. ഇവരിൽ തന്നെ പാവപ്പെട്ടവർക്ക് മറ്റൊരു മാർഗവുമില്ലാതെ ഒരു വഴിയും കണ്ടെത്താൻ പറ്റാത്തവരാണ് വാതിൽക്കൽ, ഈ വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിൻ്റെ വാതിൽക്കൽ ആദ്യം വേണ്ടത് എന്നങ്ങനെ അവിടെ എഴുതി വയ്ക്കും. ബാക്കിയുള്ളവർക്ക് വഴിയെ സഹായം വരും. അപ്പോൾ എപ്പോഴും പാവങ്ങളോട് വലിയൊരു സ്നേഹവും കരുണയുമാണ്. ഇത്രമാത്രം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോഴും തൻ്റെ ആധ്യാത്മിക ജീവിതം ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല, അതിൽ കുറവ് വരുത്തില്ല എന്നാണ് സാക്ഷ്യങ്ങൾ പറയുന്നത്. വീട്ടുകാർ പറയും, അതുപോലെ തന്നെ അയൽവക്കക്കാർ, പരിചയമുള്ളവരെല്ലാം പറയും. ഈ യുദ്ധം വന്നപ്പോൾ ചിലപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, അവരുടെ സുരക്ഷാ സങ്കേതങ്ങളിൽ ചിലപ്പോൾ അവർക്ക് കൂട്ടായിട്ട് ഇവിടെ താമസിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ പോലും കിടക്കേണ്ട സമയമാകുമ്പോൾ, കിടക്കാൻ സമയമില്ലെങ്കിൽ പോലും തനിക്ക് കിടക്കേണ്ട സ്ഥലത്ത് കിടക്കക്കരികിൽ മുട്ടുകുത്തി നിന്ന് കൊന്ത ചൊല്ലിയിട്ട് അന്ന് കിടക്കുകയുള്ളൂ. എത്ര വൈകിയാലും എത്ര പ്രവർത്തനത്തിന് പോയാലും താൻ ഡയറിയിൽ എഴുതി വെച്ചതുപോലെ തൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ, ആധ്യാത്മിക ജീവിതത്തിൽ ഒരു കുറവും താൻ വരുത്താൻ സമ്മതിക്കുകയില്ല. എല്ലാ ദിവസവും എവിടെയായാലും പോയി കുർബാന കാണും, കുർബാന സ്വീകരിക്കും. ഇതുപോലെ സമൂഹത്തിൻ്റെ നാനാവിധത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ബിഷപ്പ് പല കാര്യങ്ങളും ഏൽപ്പിക്കും, രാജ്യവും പല കാര്യങ്ങളും ഏൽപ്പിക്കും. ആ കാലഘട്ടത്തിൽ ഒരു ഇലക്ഷൻ വരികയാണ്. അപ്പം അത് ഇലക്ഷൻ അങ്ങനെ നിൽക്കണ്ട, എനിക്കങ്ങനെ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് എനിക്കങ്ങനെ താല്പര്യമില്ല. എനിക്ക് ജനത്തിന് വേണ്ടി സാമൂഹ്യ സേവനം ചെയ്യണം, അത് ഞാൻ ചെയ്യാൻ റെഡിയാണ് എന്നുള്ള ആ മനോഭാവത്തിൽ എന്തും ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുമ്പം ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ്റെ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള എല്ലാവരും പറഞ്ഞു, അങ്ങനെ നീ നിൽക്ക്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എല്ലാം കൊണ്ട് യോഗ്യനായ വ്യക്തി ആൽബർട്ടോയാണ്. ഇപ്പോൾ വയസ്സ് 28 കേട്ടോ. പക്ഷേ ആൽബർട്ടോയുടെ ജീവിതം കാണുമ്പോൾ പറയാണ്, 28 വയസ്സായുള്ള എങ്കിലും മെച്യൂരിറ്റി, ജനത്തിനു വേണ്ടി അർപ്പിക്കാനുള്ള മനസ്സ്, അത് ഒരു മെച്യൂറായിട്ടുള്ള ഒരു വ്യക്തി, അതായത് അത്രയും ലോക പരിചയം വന്ന് അത്രയും സേവനങ്ങളൊക്കെ ചെയ്ത വലിയ അത്രയും പ്രായമായ അല്ലെങ്കിൽ അത്രയും വലിയ ഒരു വ്യക്തിയുടെ മെച്യൂരിറ്റി ഉണ്ട് ലോകത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കാൻ, ദൈവത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കാൻ. അപ്പോൾ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞപ്പോൾ അന്ന് ഇലക്ഷന് നിൽക്കാം. അങ്ങനെ ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ ആൽബർട്ടോയുടെ സ്നേഹമുള്ള പ്രവർത്തനം കാണുമ്പോൾ എല്ലാവരെയും യോജിപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഒട്ടും സ്വാർത്ഥതയില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എല്ലാവരും പറയും, മറ്റുള്ള പാർട്ടിക്കാർ പറയും, ഞങ്ങളുടെ പാർട്ടി തോറ്റാലും വേണ്ടില്ല, ആൽബർട്ടോ ജയിച്ചാൽ മതി, ആൽബർട്ടോയെ ഞങ്ങൾക്ക് ലഭിച്ചാൽ മതി ഞങ്ങളുടെ നേതാവായിട്ട്. അങ്ങനെ ഇലക്ഷൻ്റെ കാലഘട്ടം വന്നു. അതിനുവേണ്ടി എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് പ്രവർത്തിക്കുകയാണ്. ഒരു ദിവസം ഇലക്ഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, അപ്പോൾ ഇലക്ഷൻ്റെ തൊട്ടടുത്ത ദിവസം വന്നു, ഇലക്ഷന് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഈവനിങ്ങിൽ, അപ്പോൾ 28 വയസ്സായിരിക്കുമ്പോൾ, ഇലക്ഷനാണ് തൊട്ടടുത്ത്, 1946 ഒക്ടോബർ 5 സൈക്കിളിൽ യാത്ര ചെയ്യവേ പെട്ടെന്ന് ഒരു ആർമിയുടെ ട്രക്ക് വന്ന് ഈ സൈക്കിളിന്മേൽ ഇടിച്ചു, ആക്സിഡൻ്റായി. ആ സ്പോട്ടിൽ വെച്ച് ഓർമ്മ പോയി ആക്സിഡൻറ്റിൽ. അപ്പം മരിച്ചില്ല, പക്ഷെ അതോടുകൂടി അബോധാവസ്ഥയിലായി. അപ്പോൾ അമ്മയൊക്കെ ആ സമയങ്ങളിൽ സമചിത്തതയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൻ്റെ കൂടെ കൂട്ടിനുണ്ടായിരുന്നു. നാട് മുഴുവൻ പ്രാർത്ഥിച്ചു, ആൽബർട്ടോയെ രക്ഷിക്കണേ രക്ഷിക്കണേ. ആൽബർട്ടോയ്ക്ക് വേണ്ടിയിട്ട് കരഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം, തൻ്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗഗേഹത്തിൽ താൻ നിത്യമായ സന്തോഷം അനുഭവിക്കാനാണ്. അത്രമാത്രം വിശുദ്ധമായ ഒരു ജീവിതം താൻ നയിച്ചു. അപ്പോൾ ഇനി അവൻ്റെ സാക്ഷ്യം സ്വർഗത്തിലിരുന്ന് അവനൊരു സാക്ഷ്യമായി തീരണം എന്നേക്കും. അങ്ങനെ
46 ഒക്ടോബർ 5-ാം തീയതി വൈകുന്നേരം തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്തു. ആൽബർട്ടോ മരിച്ചിട്ടും ഇലക്ഷൻ്റെ സമയമാണ്. ആൽബർട്ടോയുടെ പേര് തന്നെ അവർ ഇലക്ഷൻ എഴുതി എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു ആൽബർട്ടോയുടെ സ്ഥാനത്ത് അമ്മ ഒരു ധീര ദൈവവിശ്വാസമുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ധീരയായ ദൈവവിശ്വാസമുള്ള, എന്തിനേയും ചങ്കൂറ്റത്തോടെ നേരിടുന്ന, ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന ഒരു സ്ത്രീയാണ്, എല്ലാവർക്കും നന്മ ചെയ്യുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് ധൈര്യത്തോടു കൂടെ തന്നെ ഈ അമ്മ മകൻ്റെ സ്ഥാനത്ത് ആ കാൻഡിഡേറ്റായിട്ട് വീണ്ടും നിന്ന് പിന്നീട് ഇലക്ഷനിൽ വിജയിച്ചു. അവിടുത്തെ കാര്യങ്ങളെല്ലാം നേതാവായിട്ട് ചെയ്യുന്നത് ഈ അമ്മയാണ്. ആൽബർട്ടോയുടെ ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത പോലെ നന്മയുടെ ഒരു ഒഴുക്കാണ്. ഈ വിശുദ്ധരുടെ പട്ടികയിലേക്കൊക്കെ തീരുമാനിക്കുമ്പോൾ അപ്പോൾ അവർ ആ സംഘം ഇങ്ങനെ പറഞ്ഞു, ആൽബർട്ടായിൽ ഒന്നും വിശുദ്ധിക്ക് എതിരായിട്ടില്ല, അതുകൊണ്ട് എന്തും വിശുദ്ധിക്ക് യോജിച്ചവനാണ്. ഒരു സാമൂഹ്യ പ്രവർത്തകന് എങ്ങനെ ഒരു വിശുദ്ധനാകാം എന്നുള്ളതിൻ്റെ ഒരു മോഡലാണ്. ജീവിതത്തിൽ ഏതേത് മേഖലകളിൽ പ്രവർത്തിച്ചാലും വിശുദ്ധിക്ക് അത് തടസ്സമല്ല എന്ന് ഏവരെയും പഠിപ്പിക്കുന്ന നല്ലൊരു മഹനീയ മാതൃക. അപ്പോൾ ഈ ആൽബർട്ടോയുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ മനോഹാരിത എല്ലായിടത്തേക്കും അറിഞ്ഞു. കബറിടത്തിലേക്ക് ആളുകൾ ഓടിക്കൂടി. എല്ലാ ദിവസവും ഒത്തിരി പേര് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ പ്രാർത്ഥിക്കുന്നത് നടക്കുന്നു. ഓരോരുത്തരും മാധ്യസ്ഥം ചോദിക്കുന്നു. അപ്പം വാഴ്ത്തപ്പെട്ടവനായിട്ടുള്ള പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ആ വിശുദ്ധിയുടെ പ്രക്രിയയിലുള്ള അത്ഭുതങ്ങളെ വിലയിരുത്തിയപ്പോൾ 1991 ഒരു ഡോക്ടർ സുഖപ്പെടാനാവാത്ത വിധത്തിലുള്ള ഒരു ഹെർണിയ രോഗത്താൽ പീഡിപ്പിക്കപ്പെട്ട് ഇരിക്കുമ്പോൾ പറയണ, അപ്പോൾ മെഡിക്കൽ ശാസ്ത്രം പറഞ്ഞു ഇനി മെഡിക്കൽ ശാസ്ത്രത്തിൽ ഇതിനൊരു റെമഡി ഇല്ല. അപ്പോഴാണ് അവരുടെ കുടുംബാംഗങ്ങൾ ആൽബർട്ടോയുടെ മാധ്യസ്ഥം യാചിക്കുന്നത്. അത്ഭുതകരമായിട്ട് ആ ഡോക്ടർ ആ സുഖത്തിൽ നിന്ന് വിമുക്തനാകുകയാണ്. ആ ഒരു സൗഖ്യമാണ് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് നിമിത്തമായത്. 2004 ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആൽബർട്ടോയെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. ഒത്തിരി കാര്യങ്ങളുടെ പേട്രനാണ്. അത്ലറ്റ്സിൻ്റെ പേട്രൻ, സൈക്ലിംഗുകാരുടെ പേട്രൻ, റോഡ് സേഫ്റ്റിയുടെ പേട്രനും കൂടിയാണ്. അതുപോലെ തന്നെ ഹെർണിയയുടെ മധ്യസ്ഥനാണെന്ന് പറയുന്നത്. ഒത്തിരി പേരിങ്ങനെ സൗഖ്യങ്ങൾ ഓരോ വിശുദ്ധ വ്യക്തിത്വങ്ങൾക്കും അങ്ങനെ ഉണ്ടല്ലോ, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രത്യേകമായിട്ട് അത് കേൾക്കപ്പെടും, സൗഖ്യമാക്കപ്പെടും. അതുപോലെ തന്നെ എല്ലാ പൊളിറ്റീഷ്യൻസിൻ്റെ, രാഷ്ട്രീയ പ്രവർത്തകരുടെ എല്ലാം മധ്യസ്ഥനാണ്. യുവാക്കളുടെ മധ്യസ്ഥനാണ്, വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനാണ്. ആൽബർട്ടോ മാർവെല്ലി നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ച് വിശുദ്ധ വ്യക്തിത്വമായി തീർന്ന ആൽബർട്ടോ മാർവെല്ലി നമ്മുടെ എല്ലാം യുവാക്കളെയും, നമ്മുടെ എല്ലാം വിദ്യാർത്ഥികളെയും, നമ്മുടെ എല്ലാം മാതാപിതാക്കളെയും ധാരാളമായിട്ട് സ്വർഗത്തിലിരുന്ന് സ്വർഗീയാനുഗ്രഹങ്ങളാൽ ധന്യരാക്കട്ടെ. നമ്മുടെ കഴിവുകൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ, നമ്മുടെ ആത്മീയ ജീവിതം സാമൂഹ്യ ജീവിതമായിട്ട് നന്മയായിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, ആയിരിക്കുന്നിടത്തെല്ലാം സന്തോഷത്തിൻ്റെ വക്താക്കളാകാൻ വാഴ്ത്തപ്പെട്ട ആൽബർട്ടോ മാർവെല്ലി നമുക്ക് മധ്യസ്ഥം വഹിക്കട്ടെ. എല്ലാവർക്കും വാഴ്ത്തപ്പെട്ട ആൽബർട്ടോയുടെ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു.